അധ്യായം 29. അപൂർവ ഗ്രന്ഥം. ഒരിക്കൽ വിദേശത്തു നിന്ന് ഒരു പണ്ഡിതൻ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലെത്തി. അയാൾ ചക്രവർത്തിയെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഭാരതമൊട്ടാകെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു പണ്ഡിതനാണ്. ഓരോ കൊട്ടാരത്തിലും ചെന്ന് അവിടുത്തെ പണ്ഡിതന്മാരുമായി തർക്കിച്ച് അവരെ പരാജയപ്പെടുത്തുകയാണ് എൻ്റെ ലക്ഷ്യം. തോൽക്കുന്നവർ എന്നെ ഗുരുവായി അംഗീകരിച്ച് ഞാൻ പറയുന്നത് അനുസരിക്കണം. താങ്കളാണ് തോൽക്കുന്നതെങ്കിലോ? ചക്രവർത്തി ചോദിച്ചു. അതിൻ്റെ ഉത്തരം പുച്ഛം നിറഞ്ഞ ഒരു പൊട്ടിച്ചിരിയായിരുന്നു. ഞാൻ തോൽക്കുകയോ? സംസ്കൃതത്തിലുള്ള സകല ഗ്രന്ഥങ്ങളും മനഃപ്പാഠമാക്കിയിട്ടുള്ള എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. തോൽപ്പിച്ചെന്നിരിക്കട്ടെ, എൻ്റെ എല്ലാ സ്വത്തും സകല ഗ്രന്ഥങ്ങളും ഞാൻ അവർക്ക് നൽകുന്നതാണ്, അഹങ്കാരത്തോടെ പണ്ഡിതൻ പറഞ്ഞു. ചക്രവർത്തി തൻ്റെ സദസ്സിലെ പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് നോക്കി. അവരൊക്കെ വിളറി വെളുത്തിരിക്കുകയാണ്. വിദേശ പണ്ഡിതൻ്റെ വെല്ലുവിളി സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. വെല്ലുവിളി സ്വീകരിച്ചില്ലെങ്കിൽ രാജ്യത്തിൻ്റെ അന്തസ്സ് തകർന്നത് തന്നെ. ശരി, സമ്മതിച്ചിരിക്കുന്നു. നാളെ രാവിലെ മത്സരം ആരംഭിക്കാം, ചക്രവർത്തി പ്രഖ്യാപിച്ചു. ചക്രവർത്തിയുടെ സദസ്സിലെ പണ്ഡിതന്മാരുടെ ശ്വാസം നിലച്ചു. മത്സരത്തിൽ തങ്ങൾ പരാജയപ്പെട്ടത് തന്നെ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണൊരു വഴി? ഇത്തരം അവസരങ്ങളിൽ എല്ലാവരുടെയും കണ്ണുകൾ തെനാലിരാമൻ്റെ നേരെയാണ് തിരിയുക. ഇത്തവണയും അങ്ങനെ തന്നെ സംഭവിച്ചു. തെനാലിരാമ, എന്താണൊരു വഴി? രാജ്യത്തിൻ്റെ അഭിമാനം പോകുന്ന പ്രശ്നമാണ്. നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് രാജ്യത്തിൻ്റെ അഭിമാനം പോകുന്നതെന്ന് മനസ്സിലായോ? കൊട്ടാരത്തിൽ പണ്ഡിതസ്ഥാനം കിട്ടിയാൽ പിന്നെ ആരും ഒരക്ഷരം വായിക്കുകയില്ല, വിവരമുണ്ടാക്കുകയുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, രാമൻ അവരോട് കയർത്തു. അയ്യോ രാമ, ഇപ്പോൾ ഇതൊന്നും പറയാനുള്ള നേരമല്ല. എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജോലി പോകും രാമ. പണ്ഡിതന്മാർ രാമൻ്റെ മുന്നിൽ തൊഴുതു നിന്നു. അപ്പോൾ അത് പറ. രാജ്യത്തിൻ്റെ അഭിമാനമല്ല, നിങ്ങളുടെ ജോലിയാണ് പ്രശ്നം. ശരി, സമ്മതിച്ചു. ഞാൻ പറയുന്നത് പോലെ നാളെ നിങ്ങൾ ചെയ്യണം. രാമൻ പണ്ഡിതന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. അവർ അപ്രകാരം ചെയ്യാമെന്ന് സമ്മതിച്ചു. പിറ്റേന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദേശ പണ്ഡിതൻ മത്സരവേദിയിൽ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വിജയനഗരത്തിലെ പണ്ഡിതന്മാർ ഒരു പല്ലക്കിൽ തെനാലിരാമനെ ചുമന്നുകൊണ്ടുവന്നു. തറയിൽ പരവതാനി വിരിച്ച് പൂക്കൾ വിതറി രാമനെ സ്വീകരിച്ച് വിദേശ പണ്ഡിതൻ്റെ എതിരെ കൊണ്ടിരുത്തി. രാമൻ്റെ കയ്യിൽ പട്ടുകൊണ്ടുള്ള ഒരു പൊതിയുണ്ടായിരുന്നു. അയാൾ അത് ഭവ്യതയോടെ പീഠത്തിൽ വെച്ചു. മഹാപണ്ഡിത, അങ്ങയ്ക്ക് അറിയാത്തതായി ഒന്നുമില്ലല്ലോ. ഇത് തിലകാഷ്ട മഹിഷബന്ധനം. നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, രാമൻ പറഞ്ഞു. വിദേശ പണ്ഡിതൻ ഒരു നിമിഷം അമ്പരന്നു. തിലകാഷ്ട മഹിഷബന്ധനമോ? എന്താണത്? ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ഗ്രന്ഥത്തെക്കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. ഇയാൾ ഇത്രയും പവിത്രമായ പീഠത്തിൽ പൊതിഞ്ഞു വെക്കണമെങ്കിൽ ഇതൊരു മഹത്തരമായ ഗ്രന്ഥം തന്നെ ആയിരിക്കണം. ഇതിനെക്കുറിച്ച് താൻ കേട്ടിട്ട് പോലുമില്ലെന്ന് പുറത്തറിഞ്ഞാൽ നാണക്കേട് തന്നെ. വിദേശ പണ്ഡിതൻ വിയർക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. അയാൾ എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് ചക്രവർത്തിയോട് പറഞ്ഞു, മഹാത്മൻ, തിലകാഷ്ട മഹിഷബന്ധനമെന്ന ഈ ഗ്രന്ഥം ഞാൻ വളരെ മുമ്പ് വായിച്ച ഒരു ഓർമ്മയേ ഉള്ളൂ. എനിക്ക് ഒന്നുകൂടി പരിശോധിക്കാനുള്ള അവസരം തരണം. എന്തു പറയുന്നു? ചക്രവർത്തി രാമനെ നോക്കി. സമ്മതിച്ചിരിക്കുന്നു, രാമൻ പറഞ്ഞു. എങ്കിൽ നാളെ ഇതേ വേദിയിൽ ഇതേ സമയത്ത് മത്സരം തുടരും, ചക്രവർത്തി പ്രഖ്യാപിച്ചു. വിദേശ പണ്ഡിതൻ തൻ്റെ താമസ സ്ഥലത്ത് ചെന്ന് സകല ഗ്രന്ഥങ്ങളും പരതി. അതിൽ നിന്നൊന്നും തിലകാഷ്ട മഹിഷബന്ധനത്തെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ല. വിദേശ പണ്ഡിതൻ ആകെ വല്ലാതെയായി. ഭാരതം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന താൻ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് കേട്ടിട്ടേയില്ലെന്ന് എങ്ങനെ പറയും? അതോടുകൂടി താൻ ഇന്ന് വരെ നേടിയ യശസ് മുഴുവനും ഇല്ലാതെയാകും. എന്തു ചെയ്യണമെന്ന് ഒരു വഴിയും കാണാതെ പണ്ഡിതൻ ഉഴറി. പിറ്റേന്ന് മത്സരവേദിയിൽ പതിവ് പോലെ രാമൻ ഹാജരായി. പക്ഷേ വിദേശ പണ്ഡിതൻ മാത്രം എത്തിയില്ല. പണ്ഡിതൻ എവിടെ പോയി?
ആൾക്കാർ പരസ്പരം ചോദിച്ചു. എത്രയും വേഗം പണ്ഡിതനെ കൂട്ടിക്കൊണ്ടുവരൂ, ചക്രവർത്തി കൽപ്പിച്ചു. ഭടന്മാർ പണ്ഡിതന്റെ താമസ സ്ഥലത്ത് ചെന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തലേന്ന് രാത്രി തന്നെ പണ്ഡിതൻ ഒളിച്ചോടി കഴിഞ്ഞിരുന്നു. അതറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. ആട്ടെ രാമ, എന്താണ് തിലകാഷ്ട മഹിഷ ബന്ധനം? ചക്രവർത്തി ചോദിച്ചു. എനിക്കുമൊന്ന് വായിക്കാൻ തരണം. സംസ്കൃതത്തിൽ തിലകാഷ്ടം എന്നാൽ എള്ളിൻ കമ്പ് എന്നർത്ഥം. മഹിഷം എന്നാൽ പോത്തെന്നും. മഹിഷബന്ധനം എന്നാൽ പോത്തിനെ കെട്ടുന്ന കയർ. ദാ കണ്ടോളൂ. രാമൻ പട്ടിൻ്റെ പൊതി നിവർത്തി. അതിൽ ഒരു എള്ളിൻ കമ്പും കയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറിയാത്ത കാര്യം മനസ്സിലാക്കി പഠിക്കുന്നതാണ് പണ്ഡിത ലക്ഷണം. പാവം നമ്മുടെ വിദേശ പണ്ഡിതന് അതിനുള്ള മനസ്സില്ലാതെ പോയി. പൊട്ടിച്ചിരിച്ചുകൊണ്ട് തെനാലിരാമൻ പറഞ്ഞു. അധ്യായം 30. കഠിനമായ ജോലി. ഒരിക്കൽ കൃഷ്ണദേവരായരുടെ സദസ്സിൽ ഒരു തർക്കമുണ്ടായി. വിഷയം ലോകത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ ജോലി ഏത് എന്നതായിരുന്നു. കൂടുതൽ പേർക്കും ഒറ്റ അഭിപ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. രാജ്യഭരണമാണ് ഏറ്റവും പ്രയാസം നിറഞ്ഞ ജോലി. ചക്രവർത്തിക്കും സന്തോഷമായി. അത് കണ്ടപ്പോൾ മറ്റ് അഭിപ്രായമുള്ളവരും അതിനോട് യോജിച്ചു. എന്നാൽ തെനാലിരാമൻ മാത്രം ഒന്നും മിണ്ടിയില്ല. ഒരു പുഞ്ചിരിയോടുകൂടി മിണ്ടാതിരുന്നതേയുള്ളൂ. എന്താണ് രാമ, താങ്കളൊന്നും പറയാത്തത്? ചക്രവർത്തി ചോദിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ കുഞ്ഞിനെ കരയിപ്പിക്കാതെ സന്തോഷിച്ച് നോക്കി വളർത്തുന്ന അമ്മയുടെ ജോലിയാണ് ഏറ്റവും പ്രയാസം നിറഞ്ഞത്, രാമൻ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കുഞ്ഞിനെ വളർത്തുന്നത് അത്ര കഠിനമായ ജോലിയാണോ? അത് ഏത് സ്ത്രീയും ചെയ്യുന്നതല്ലേ? ചക്രവർത്തി ചോദിച്ചു. തീരെ നിസ്സാരമല്ല മഹാത്മൻ. ഒരു അമ്മയുടെ ജോലി ഏറെ ഭാരിച്ചതും ഉത്തരവാദിത്തം നിറഞ്ഞതുമാണ്. താങ്കൾക്കത് തെളിയിക്കാമോ? തീർച്ചയായും, തെനാലിരാമൻ സമ്മതിച്ചു. പിറ്റേന്ന് തെനാലിരാമൻ രാജസദസ്സിലേക്ക് ഒരു അമ്മയെയും ആൺകുട്ടിയെയും കൊണ്ടുവന്നു. മോനെ, ഇതാണ് നമ്മുടെ ചക്രവർത്തി. മോൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, അദ്ദേഹം തരും, തെനാലിരാമൻ പറഞ്ഞു. എനിക്കൊരു ആനയെ വേണം. ചുറ്റും നോക്കിയ ശേഷം കുട്ടി ചക്രവർത്തിയോട് പറഞ്ഞു. ആരെവിടെ? ഉടനെ ഇവന് ഒരു ആനയെ കൊണ്ടു കൊടുക്കൂ, ചക്രവർത്തി കൽപ്പിച്ചു. ഒരു ഭടൻ ആനയുമായി കൊട്ടാരമുറ്റത്ത് വന്നു. മോൻ ആ ആനയെ കൊണ്ടുപോയിക്കോളൂ, ചക്രവർത്തി പറഞ്ഞു. കുട്ടി ആനയെ ഒന്ന് നോക്കി. എന്നിട്ടവൻ തൻ്റെ കയ്യിലെ സഞ്ചി നീട്ടിക്കാട്ടിയിട്ട് ഭടനോട് പറഞ്ഞു, ഈ ആനയെ ഇതിനകത്താക്കിത്താ. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഈ ആന ആ സഞ്ചിയിൽ കൊള്ളില്ല മോനെ, ഇത് വലിയ ആനയല്ലേ, മോൻ ഇതിനെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ട് പോയിക്കോളൂ, ചക്രവർത്തി പറഞ്ഞു. പക്ഷേ കുട്ടി അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. എനിക്കിതിനെ ഈ സഞ്ചിയിലാക്കിത്താ. അവൻ ഉറക്കെ കരയാൻ തുടങ്ങി. അവനെ ആശ്വസിപ്പിക്കാൻ ചക്രവർത്തിയും കൂട്ടരും പല വഴിയും നോക്കി. ഒന്നും വിജയിച്ചില്ല. അവൻ ഉറക്കെ കരച്ചിൽ തുടർന്നു. ഒടുവിൽ അവൻ്റെ അമ്മ ഇടപെട്ടു. അവർ തെനാലിരാമനെ അരികെ വിളിച്ച് ചെവിയിൽ എന്തോ മന്ത്രിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ തെനാലിരാമൻ ആനയുടെ ഒരു കൊച്ചു കളിപ്പാട്ടവുമായി വന്നു. അമ്മ അത് വാങ്ങി മകന് കൊടുത്തിട്ട് പറഞ്ഞു, നോക്കുമോനെ, എന്ത് ചന്തമുള്ള ആനക്കുട്ടി. ഇതിൻ്റെ ചക്രങ്ങൾ കണ്ടോ? മോൻ ഇഷ്ടമുള്ളിടത്തേക്ക് വലിച്ചു കൊണ്ടുപോകാം. ഈ വലിയ ആനയെ നമുക്ക് വേണ്ട. അതിനെ മോൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതിൻ്റെ വലിപ്പം കണ്ടില്ലേ? ഈ കുട്ടിയാന മോൻ്റെ സഞ്ചിയിൽ കൃത്യമായി കൊള്ളും. നമുക്കതിനെ സഞ്ചിയിലിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. എന്താ? കുട്ടിക്ക് സന്തോഷമായി. അവൻ കരച്ചിൽ നിർത്തി. അവൻ ആനയുടെ കളിപ്പാട്ടം സഞ്ചിയിലിട്ടു. അതുമായി അമ്മയോടൊപ്പം ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. സദസ്യർക്ക് ഒരക്ഷരം മിണ്ടാനായില്ല. ചക്രവർത്തി രാമനെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. HNC ബുക്സിൻ്റെ തെനാലിരാമനും കള്ളന്മാരും 32 സചിത്ര കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നുമുള്ള കഥകളാണ് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത്.
കഥ ഇതുവരെ ഞാൻ വായിച്ച് കേൾപ്പിച്ചത് ഏവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കില്ലല്ലോ. ഇതുവരെ ഞാൻ അവതരിപ്പിച്ച കഥകൾ കേൾക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും തുടർച്ചയായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഓരോരുത്തർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തയാഴ്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള മറ്റൊരു കഥയുടെ ഓഡിയോ ബുക്കുമായി ഞാൻ വരാം. ഏവർക്കും നന്ദി, നമസ്കാരം.